ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സസ് പ്രത്യക്ഷ സമരത്തിലേക്ക്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സസ് പണിമുടക്കും. ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും. തീരുമാനമെടുക്കേണ്ടത് സർക്കാർ എന്നാണ് ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാട്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, വലിയൊരു പണിമുടക്കിലേക്ക്, പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് നഴ്സസ്. തീർച്ചയായും അനുജ, രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് ഇവർ UNAയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ സമരം തന്നെയാണ് നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ, അതായത് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം, അതിൽ സർക്കാർ ഇടപെടണം എന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഈ മാർച്ച് എത്തുകയും രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ദേശീയ പ്രസിഡന്റ്, UNAയുടെ ദേശീയ പ്രസിഡന്റ് സംസാരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വിവിധ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒപ്പം ഇന്ന് സ്വകാര്യ ആശുപത്രികൾ, ഏകദേശം 490ഓളം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധം നടത്തുന്നത്. സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെടണം എന്നുള്ളതാണ്. നമുക്കറിയാം, സുപ്രീം കോടതി ഉൾപ്പെടെ ഇടപെട്ട ഇവർക്ക് വേതന വർധനവ് നടത്തണം എന്നുള്ളത്, ഒപ്പം പഠിക്കുവാൻ കമ്മീഷനെ ഉൾപ്പെടെ നിയോഗിക്കുകയും കമ്മീഷൻ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പക്ഷെ സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും സ്വകാര്യ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗം ഉൾപ്പെടെ ഇവർ ബഹിഷ്കരിച്ചിട്ടുണ്ട്. വാർഡുകളിൽ ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ 1% നഴ്സുമാർ മാത്രമാണെന്ന് പണിയെടുക്കുന്നത്. എന്തായാലും ഈ സമരം നീണ്ടുപോകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒരു തീരുമാനമാകാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പോകാൻ തയ്യാറാകില്ല എന്നുള്ളതാണ്. എന്തായാലും അന്തിമമായിട്ടുള്ള അതിലൊരു തീരുമാനം സംസ്ഥാന സമിതി അല്പസമയം UNAയുടെ ചേരും. അതിനുശേഷമായിരിക്കും സമരം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകുക. അനുജ, ഇതിലിപ്പോൾ എങ്ങനെയാണ്, ഒരു ചർച്ചയ്ക്കുള്ള വാതിലുകൾ തുറന്നിടുന്നുണ്ടോ? സർക്കാരിന്റെ നിലപാട് എന്താണ്? ഈ സമരത്തിൽ ഇവരുടെ തുടർ നടപടി എങ്ങനെയാകും? അനുജ, 2011 മുതൽ UNAയുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ ഇവർ നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടക്കം വിവിധ സമരങ്ങൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിലെല്ലാം തന്നെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് സുപ്രീം കോടതി പോലും ഇടപെടുകയും ഇവരുടെ ഈ വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തത്. പക്ഷേ ഒരു തരത്തിലും ഒരു തീരുമാനം, അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ കൃത്യമായ ഒരു ഉത്തരവിറക്കുക. ഇവർ പറയുന്നത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും പോകില്ല, എന്നിട്ടും സർക്കാർ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. മിനിമം വേതനം പരിഷ്കരിച്ച് ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ എന്താണ് സർക്കാരിന് നഷ്ടം എന്നുള്ളതാണ്. മിനിമം വേതനം വർദ്ധിപ്പിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരം. ഇപ്പോൾ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. തത്സമയം ചൂണ്ടിക്കാണിച്ച പോലെ അധികാരി വർഗം ഈ മാർച്ച് നിങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങളുടെ ഈ മാർച്ചിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഈ മാർച്ച് തടസ്സപ്പെടുത്താനും ഈ പരിപാടി അലങ്കോലപ്പെടുത്താനും ശ്രമിച്ച സംസ്ഥാന സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമരം ചെയ്യുന്നവരോട് പുച്ഛമുള്ളൊരു ഗവൺമെന്റാണ് ഇവിടെ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്വകാര്യ ആശുപത്രികളുടെ നഴ്സസിന്റെ സമരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.